നമസ്കാരം. ബംഗാളിൽ മമത ആകെ ബുദ്ധിമുട്ടുകയാണ്. ഗുണ്ടകൾക്ക് അവിടെ ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളും കൂടെ പുറത്തു വന്നതിന് ശേഷം ആകെ മൊത്തം വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പുതിയ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സൗത്ത് 24 പരഗണയിൽ നിന്ന് അവിടെ കേന്ദ്രസേന എത്തുകയും അവിടെ എത്തിയതിനു ശേഷം ഫാത്തിമ ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി അവിടുത്തെ പുരുഷനെ, അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര സേന കൊണ്ടുപോയി. തങ്ങൾക്ക് വോട്ട് ചെയ്യാനേ കഴിഞ്ഞില്ല, അങ്ങനെ വോട്ട് ചെയ്യരുതെന്നുള്ള ഭീഷണിയൊക്കെ ആയിരുന്നു എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്. സൗത്ത് 24 പരഗണ ഈ മേഖല എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി അറിയാം. ഷെയ്ഖ് ഷാജഹാനൊക്കെ ഉഴുതുമറിച്ച 24 പരഗണ മേഖലയാണ് ഇത്. ഈ 24 പരഗണയിൽ ഈ ഫാൾട്ട മേഖലയിൽ, ഫാൾട്ട കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷനിൽ, തെരഞ്ഞെടുപ്പിൽ TMCയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജഹാംഗീർ ഖാനാണ്. ജഹാംഗീർ ഖാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഷാജഹാൻ്റെ അടുത്ത അനുയായികളിൽ ഒരാളാണ്. ഈ ഷെയ്ഖ് ഷാജഹാൻ ഈ ജഹാംഗീർ ഖാനുമൊക്കെ അവിടെ നടത്തിയ ചെയ്തികൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായി അറിയാം. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആൾക്കാരെ സഹിതം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അവരുടെ വീടുകളിൽ കയറി അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിക്രൂരമായ നടപടികളിലൂടെയാണ് ബംഗാളിൽ ഇവർ മുന്നേറിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ഇപ്പോൾ അജയ് പാൽ ശർമ്മ, UPയിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, ഉത്തർപ്രദേശിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഈ അജയ് പാൽ ശർമ്മ IPS സിംഗം എത്തിയതിന് ശേഷം ഈ തൃണമൂൽ ഗുണ്ടകൾക്ക് ഇടം വലം തിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ ദേവരാജൻ എന്ന് പറയുന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവ് പറയുകയാണ് അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ്. അവരെ അതിൽ നിന്ന് തടയുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. മമത അവിടെ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങളൊക്കെ ഭാരതം കണ്ടിട്ടുള്ളതാണ്. രാമനവമി നടത്തുവാൻ അവകാശമില്ലാത്ത, ശ്രീരാമജയം പറയുവാൻ അവകാശമില്ലാത്ത, ദുർഗാപൂജ നടത്തുവാൻ അവകാശമില്ലാത്ത തലത്തിലേക്ക് അവിടുത്തെ ഹിന്ദുക്കളെ മാറ്റിയെടുക്കുവാനായിട്ട് മമത ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് നൽകിയില്ല എങ്കിൽ പ്രതികരിക്കും എന്നാണ് മമത പറഞ്ഞത്. അതായത് മമത ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് ആരെയാണ്? അവിടുത്തെ സാധാരണ ജനതയാണ്. നിങ്ങൾ വോട്ട് നൽകിയില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും, ഗുണ്ടകൾ നിങ്ങളെ നേരിടും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ മീഡിയ വൺ ചാനൽ ചർച്ചയിൽ, അടുപ്പുകൂട്ടി ചർച്ചയിലിരുന്നു കൊണ്ട് ദാവൂദും ടീമും പറഞ്ഞതും. അതായത് മമതയ്ക്ക് വോട്ട് നൽകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ വെറുതെ വിടില്ല. ഏത് ജനങ്ങൾ? മമതയുടെ മാഫിയ ഗ്യാങ്ങിൽപ്പെട്ട ജനങ്ങൾ വെറുതെ വിടില്ല. മമത വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ SIR വന്നപ്പോൾ ഇതിൽപ്പെട്ട ഒരു കോടിയിലടുത്ത ആൾക്കാർ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നാടുകടന്നതിന് ശേഷം മമതയ്ക്ക് പ്രത്യേകിച്ച് വലിയ പിന്തുണയൊന്നും ഇല്ല. പിന്നെ ഇവിടെ കേരളത്തിൽ കുറച്ചാൾക്കാർ മാറി നിന്നിരുന്നുണ്ട്. അവരെ SIRൽ എങ്ങനെയോ പെടുത്തി. അതിന് ശേഷം ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടിയ ട്രെയിനിൽ കയറിയായിരുന്നു അവർ മമതയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തിയത്. പക്ഷേ ഫലത്തിൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവിടുത്തെ ദേശീയവാദികളായിട്ടുള്ള ജനത ഒന്നടങ്കം ചേർന്ന് ഇപ്പോൾ മമതയ്ക്കെതിരെ വോട്ട് ചെയ്തിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് എക്സിറ്റ് പോളുകൾ ഫലം. എല്ലാ എക്സിറ്റ് പോൾ ഫലവും മമതയ്ക്ക് എതിരായിട്ടാണ്, BJPക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ബംഗാളിലൊരു ഭരണമാറ്റമുണ്ടാകും. മമതയ്ക്കെതിരെ ഒരു ജനരോഷം ആഞ്ഞു വീശിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 91.38% പോളിംഗ് ആയിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിലും വളരെ നല്ല രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയോടുകൂടി മമതയുടെ ചങ്കിടിപ്പ് ഉയർന്നു. ഇനി ഐപാക്കിനെ കൊണ്ടും രക്ഷയില്ല, കള്ളപ്പണത്തിനെ കൊണ്ടും രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ് മമതയ്ക്കിപ്പോൾ ബംഗാളിലുള്ളത്. ഇനി കുറച്ച് നുഴഞ്ഞുകയറ്റക്കാരെയും കൂടെ ഇങ്ങോട്ട് എത്തിച്ചിരുന്നുവെങ്കിൽ, ഇനിയിപ്പോൾ എത്തിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ അത് വലിയ കരുത്തായിരുന്നു എന്ന് മമതയ്ക്കിപ്പോൾ തോന്നുന്നുണ്ടാകും. പക്ഷേ നിവർത്തിയില്ലല്ലോ മമതാ ദീദി. കാരണം അവരെ ബംഗ്ലാദേശിലേക്ക്, അവർ വന്ന സ്ഥലത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. 5ഉം 10ഉം കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് ആൾക്കാരെ എത്തിക്കുകയും എത്തിച്ചതിന് ശേഷം അവർക്ക് നിശ്ചിത ദിവസത്തിനകം തന്നെ ഐഡൻറ്റിറ്റി കാർഡും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഇവിടുത്തെ ആൾക്കാരാക്കി മാറ്റുകയും ഇവിടുത്തെ ആൾക്കാർക്കെതിരെ തന്നെ അവർ വാളും എടുത്തുകൊണ്ട് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ട് അവിടുത്തെ ജനത മടുത്തു കഴിഞ്ഞു.
ജനതയ്ക്ക് മമതയെ വെറുത്തു കഴിഞ്ഞു എന്നുള്ളത് പറയുന്നതായിരിക്കും ഏറെക്കുറെ ശരി. അത്രമേൽ ഒരുപക്ഷേ ഒരു കാലത്ത് CPMൻ്റെ ആൾക്കാർ അവിടെ നടത്തിയിരുന്ന ചെയ്തികളേക്കാൾ വളരെ ക്രൂരമായാണ് കഴിഞ്ഞ 15 വർഷം മമത നേരിട്ടത് എന്ന് പറയുമ്പോൾ ആ ഭീകരതയുടെ വ്യാപ്തി നമുക്ക് എത്രയെന്ന് തിരിച്ചറിയാം. മമതയ്ക്കെതിരെ ഒരു വാക്ക് പോലും അവിടെ ഉരിയാടാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കേന്ദ്രസേനയൊക്കെ അവിടെ അന്വേഷണത്തിനെത്തുമ്പോൾ മമത എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ അവിടെ കേന്ദ്രസേന എത്തുമ്പോൾ എങ്ങനെയാണ് മമത പ്രതികരിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മമത ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് ഇനി കയറൂരി വിടുവാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ ജനത ഒന്നടങ്കം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും മമതയ്ക്കിനി അവിടെ അധികാരത്തിൽ തുടരുവാൻ കഴിയില്ല. മാഫിയ ഗ്യാങ്ങുകളെ വിട്ട് ഇനി എത്തരത്തിലുള്ള കഥകൾ മെനഞ്ഞാലും അവിടുത്തെ ജനത തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി മമത ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ആദ്യമൊക്കെ മമതാ ബാനർജി വിജയിക്കും എന്നതായിരുന്നു ആദ്യത്തെ ഒരു നമ്മുടെ പോളിന് മുന്നേ പ്രീ പോൾ സർവേകളിലൊക്കെ പലതിലും പ്രതീക്ഷിച്ചിരുന്നതും അത്തരത്തിൽ തന്നെയാണ്. മമതാ ബാനർജി അവിടെ തിരിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു, BJPക്ക് കുറച്ച് സീറ്റുകൾ കൂടെ ലഭിക്കുമെന്ന്. പക്ഷേ പോളിങ്ങിന് ശേഷം സാഹചര്യം മാറി മറിയുകയായിരുന്നു. ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചുറയ്ക്കുകയായിരുന്നു മമതാ ബാനർജി അവിടെ ഇനി അധികാരത്തിൽ വരേണ്ടത്. കാരണം അത്രയേറെ ക്രൂരതകളാണ്. ഈ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ 24 പരഗണയിലെ സന്ദേശ് ഖലിയിലെ അവിടുത്തെ സ്ത്രീകൾക്ക് നേരെ നടത്തിയ കൊടും ക്രൂരതകൾ, ആ കൊടും ക്രൂരതകൾ നടത്തിയ ഷെയ്ഖ് ഷാജഹാനെ ശരിക്കും പിന്തുണയ്ക്കുകയായിരുന്നു മമതാ ബാനർജി. പിന്നീട് ജനങ്ങളുടെ ജനരോഷം ആളിക്കത്തിയതിന് ശേഷം, പ്രക്ഷോഭം അങ്ങ് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയതിന് ശേഷമാണ് മമതാ ബാനർജിക്ക് അയാളെ അറസ്റ്റ് ചെയ്യുവാൻ തന്നെ പറ്റിയത്. അല്ലെങ്കിൽ അത് അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. പിന്നീട് അതിനുശേഷം ഇയാളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സജീവമായ ശ്രമം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. അതായത് അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞ ആളിൻ്റെ മകനെ കൊന്നു തള്ളുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. സാക്ഷി പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് അയാളുടെ കാറിലേക്ക് ഇടിച്ചു കയറ്റുകയും ഇയാളെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ അവിടെ ഉണ്ടായി. അങ്ങനെ മമതയ്ക്ക് എന്തും ചെയ്യാം, ആരെയും കൊല്ലാമെന്ന തരത്തിലുള്ള ഒരു ഗുണ്ടാരാജാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന മമതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മാഫിയകൾക്ക് അവിടെ എന്തും ചെയ്യാവുന്നതിലുപരി റിയൽ എസ്റ്റേറ്റ്, അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ ബിസിനസ്സുകളും അവരുടെ കാൽ കീഴിലാക്കിക്കൊണ്ടാണ് മമത മുന്നോട്ട് പോയത്. അതായത് ഭീകരവാദികൾ നിയന്ത്രിക്കുന്ന ഒരു ബംഗാളായി മാറി പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് പശ്ചിമ ബംഗാൾ എങ്ങനെയായിരുന്നു, ആരുടെ പശ്ചിമ ബംഗാൾ ആയിരുന്നു എന്ന് ജനത്തിന് നന്നായിട്ടറിയാം. ഇവിടുത്തെ ജനത ഇന്നും വിവേകാനന്ദ സ്വാമികളുടെയും അരവിന്ദ ഘോഷിൻ്റെയും രാമകൃഷ്ണദേവൻ്റെയും ഒക്കെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ്. അത്തരം ആൾക്കാരെ കൊണ്ടാണ് മമത ഇത്തരത്തിൽ അവരെ കൊണ്ട് ഇക്ഷ വരപ്പിക്കുന്നത്, സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷേ ടിപ്പു സുൽത്താനോ ഔറംഗസേബോ ഒക്കെ അവിടെ ഭരിക്കുന്നതിന് തുല്യമായ രീതിയിലൊരു ഭരണമാണ് മമതയെ കൊണ്ട് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള അതിശയോക്തിയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.